ഓക്കെ സോ വൺസ് അഗെയിൻ എല്ലാവരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇഗ്നൈറ്റ് ഇന്നോവേറ്റ് ഇന്റഗ്രേറ്റ്. ഓക്കെ, നമ്മുടെ OP 9.0 എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സോ 9.0 എന്ന് പറയുമ്പോൾ നമ്മളുടെ ലേൺ വൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 9th ഓറിയന്റേഷൻ ആണ് നമ്മൾ ഇന്നിപ്പോ കൂടുന്നത്. ഓക്കെ, സോ എന്താണ് ഓറിയന്റേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മളിപ്പോ ഒരു കോളേജിൽ പോയിട്ട് നമ്മളൊരു അഡ്മിഷൻ എടുത്തു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡേയിൽ നമുക്ക് കോളേജിലെ ആൾക്കാർ എന്ത് ചെയ്യും? നമുക്കൊരു ഓറിയന്റേഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ്. സോ നമുക്ക് ഒരു അവയർനെസ് കിട്ടണം അല്ലെ. കോളേജിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോഴ്സ് എന്തൊക്കെയാണ്. ബിക്കോസ് നമ്മൾ ഒരു 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് 4 ഇയർ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോവാണ് ടൈം. സോ നമുക്ക് അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം അല്ലെ. ഒരു 1 ഡേ അല്ലെങ്കിൽ ഹാഫ് ഡേയിലൊക്കെ ഒരു ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യും. സോ നമുക്കിപ്പോ ലേൺ വൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 സെഷൻസ് ആണ് നമ്മളുടെ ഓറിയന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. സോ ആ ഒരു 10 സെഷൻസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടും നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 10 സെഷൻസ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. സോ ആ ഒരു 10 സെഷൻസ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ആണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സെഷൻ ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്, which is the spark, kick off and community building. Okay. ബിക്കോസ് നമുക്ക് അറിയാം ഇതൊരു ഓൺലൈൻ ഒരു ജേർണിയാണ് നിങ്ങളുടെ അല്ലെ. അപ്പൊ നിങ്ങളൊരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പറ്റും. അവിടെ പോകുമ്പോൾ നിങ്ങൾ ഒരു ഡയറക്ട്ലി നിങ്ങൾ മീറ്റ് ചെയ്യാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യമില്ല. സോ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സെഷനിലാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ ഒരു ചില്ലായിട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കിയിട്ട് കുറച്ചുകൂടെ നല്ലൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സെഷനാണ് ഈ പറയുന്ന സെഷൻ 1, ദ സ്പാർക്ക് കിക്ക് ഓഫ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ വി ഹാവ് BSW ആൻഡ് MSW ജാൻ 2025 ബാച്ചിലർ ലേണേഴ്സ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിലുള്ളത്. അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, so welcome to OP 9.0 orientation program conducted by LearnWise. And ഈ ഒരു സെഷന്റെ ഓവർവ്യൂ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ തീമിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. എന്താണ് തീം? ഇഗ്നൈറ്റ് ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ് എന്നുള്ളതാണ്. ഇഗ്നൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം? നമ്മളുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു സ്പാർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. എങ്കിലാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. സ്പാർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തളർന്ന് ഇങ്ങനെ ഇരിക്കും അല്ലെ. നമുക്ക് ചെറിയൊരു തീപ്പൊരി മതി, നമ്മളത് കത്തി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കത് നല്ല രീതിയിൽ ഈ ഒരു 3 ഇയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 4 ഇയർ ആയിക്കോട്ടെ, 2 ഇയർ ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു ഫുൾ ജേർണിയിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ അതാണ് ഇഗ്നൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സ്പാർക്ക് ഉണ്ടെന്ന് അറിയാം, പക്ഷെ അതിനെ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് ആൾക്കത്തിക്കുക. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? ഇന്നോവേറ്റ് അല്ലെ. നമ്മുടെ മൈൻഡിലേക്കൊക്കെ ഇപ്പോ പല രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളോട് ഓരോ ആളുകളും ഐഡിയാസ് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് ആണ് നമ്മൾ ഐഡിയാസ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത് അല്ലെ. പണ്ടത്തെ കുറെ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത കുറെ ടെക്നിക്സും കാര്യങ്ങളും കാണും. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ കുറെ കൂടി നല്ല രീതിയിൽ ഇപ്പം ഈ വരുന്ന ടെക്നോളജീസ് ഇംപ്രൂവ് ആയി വരുന്നു. നമ്മൾ ഡേ ബൈ ഡേ നമ്മളുടെ ഓരോരോ കാര്യങ്ങളും നമ്മളുടെ ചുറ്റിനുള്ള കാര്യങ്ങളും ഇംപ്രൂവ് ആയിക്കൊണ്ട് വരിക അല്ലെ. സോ നമ്മൾക്ക് എന്ത് വേണം? ആ ഒരു ഇന്നോവേറ്റീവ് ഐഡിയാസ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എസ്പെഷ്യലി നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് ആണ്. സോ ഒരു പ്രോബ്ലം വരുമ്പോൾ അത് എങ്ങനെ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ആ ഒരു ആ ഒരു സ്കില്ലും നമ്മുടെ ഉള്ളിൽ വേണം. സോ ദാറ്റ് ഈസ് ഇന്നോവേറ്റ്. ആൻഡ് തേർഡ് വൺ വിച്ച് ഇസ് ഇന്റഗ്രേറ്റ്. ഓക്കെ, നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ സ്കിൽസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വെക്കാന്ന് മാത്രമല്ല ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് പല സ്കില്ലുകൾ കാണും. ഓക്കെ, അപ്പം അങ്ങനെ പല രീതിയിലും എല്ലാത്തിനെയും കൂടെ എല്ലാ ലേണിംഗ് പ്രോസസ് സ്കിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ഐഡിയാസിനെ എല്ലാത്തിനെയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടേം ഇന്റഗ്രേറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ഈ ഒരു 9th ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ തീം എന്ന് പറയുന്നത്. എന്താണ്? ഇഗ്നൈറ്റ് ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ്. ഓക്കെ, ആൻഡ് നമുക്ക് രണ്ടാമത്തെ സെഷൻസ് നമ്മുടെ തീം ഇൻട്രോ നമ്മൾ എല്ലാവരും കേട്ടു. ആൻഡ് കമ്മിങ് ടു ദ സെക്കൻഡ് സെഷൻ വിച്ച് ഈസ് ഐസ് ബ്രേക്കേഴ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നവരാണ്, ആർക്കും ഒരു പേടിയും വേണ്ട. സോ ഫസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത്, എല്ലാവരും നിങ്ങളുടെ ക്യാം എന്ത് ചെയ്യുക, ഓൺ ആക്കുക. കുറെ പേരും എന്ത് ചെയ്തിട്ടില്ല, ക്യാം ഒന്ന് ഓൺ ആക്കാണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ ക്യാമറ ഒക്കെ ഓൺ ആക്കുക. പേടിക്കൊന്നും വേണ്ട, നമ്മളിവിടെ കുറച്ച് പേരേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ക്യാം ഒക്കെ
ഒക്കെ ഓൺ ആക്കി കുറച്ച് ഉഷാറൊക്കെ ആയിട്ടിരിക്കാം. കാരണം നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് ആണല്ലേ. അപ്പൊ നിങ്ങൾ സോഷ്യൽ വർക്കേഴ്സ് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ സൈറ്റിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ആൾക്കാർ. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ ക്യാം ഓൺ ആക്കി നിങ്ങൾ എന്താ പറയാ ഹൈഡ് ചെയ്തിരിക്കുമ്പോ അത് നല്ലൊരു ഇതല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ആദ്യം തന്നെ നിങ്ങളുടെ ക്യാം ഒക്കെ ഓൺ ആക്കി നിങ്ങളുടെ പ്രസൻസ് ഒന്ന് ഇവിടെ എന്ത് ചെയ്യാ നമ്മൾ അറിയിക്കുക. ഓക്കെ, പിന്നെ കുറെ പേരൊന്നും ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. നിങ്ങൾ ക്യാം ഒക്കെ ഒന്ന് ഓൺ ആക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ഓക്കെ, ആൻഡ് നമുക്കൊരു പ്രോഗ്രാം റിവ്യൂ കാണും. നമുക്ക് സെഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്. നമ്മൾക്ക് 10 സെഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ അതിന്റെ ഒരു പ്രോഗ്രാം റിവ്യൂ പറയുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ ദ ന്യൂ ഹൊറിസോൺസ് ഫോം, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ഈ ഒരു സെഷൻ എന്ത് ചെയ്യാണ്, റാപ്പപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഗെയിമിലേക്ക് പോയാലോ മാം? യാ, നമുക്ക് ഒന്ന് ചില്ലായിക്കോട്ടെ അല്ലേ? അല്ലേ, എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് കാണിക്കാവോ? ഗെയിം കളിക്കാൻ എല്ലാവരും റെഡി ആണോ? ഓക്കെ, 2-3 പേര് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ. സോ നമ്മുടെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് സൂം ഇൻ സൂം ഔട്ട് എന്നാണ്. ഇതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ ഈ ടിവിയുടെ മുന്നിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കുറെയൊക്കെ നമ്മൾ ഗസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഗെയിം ആയിരുന്നു അല്ലേ. നമുക്ക് ഓരോരോ അതെ. പരിപാടികളും അല്ലെ പ്രൈസ് ഒക്കെ നമുക്ക് അങ്ങനെ കിട്ടുമായിരുന്നു. സോ എന്താണ്, നമ്മൾ സൂം ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആൾക്കാരെ നമ്മൾ സ്ക്രീനിൽ കാണിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആളിന്റെ ചിലപ്പോ ഒരു കണ്ണായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന്റെ ചില ഭാഗങ്ങളായിരിക്കാം, അതൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പറയാം. ഓക്കെ, സോ സെറ്റ് അല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക്? സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും ഒന്നുകൂടെ ഒന്ന് തംസപ്പ് കാണിച്ചേ. ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. ഞാൻ നേരത്തെ പറഞ്ഞ റൂൾസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ഒരു ഇമേജ് കാണിക്കും, ഒരു സൂം ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും. അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സീൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ആദ്യം ആരാണോ അത് ഐഡന്റിഫൈ ചെയ്ത് പറയുന്നത് അവരായിരിക്കും ഈ ഒരു ഗെയിമിന്റെ വിന്നർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് നോക്കാം, ഇതാരാണ്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാ കേട്ടോ. മാം എനിക്ക് തോന്നുന്നു ആ ഓപ്ഷൻ ഇതാന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. അയ്യോ, അടുത്ത സ്ക്രീൻ ആയി. സാരമില്ല, പോട്ടെ. ആദ്യം കണ്ടത് ആരെയാന്ന് പറയാൻ പറ്റുമോ? ഒറ്റ നോട്ടത്തിൽ ഒന്ന് കണ്ടുപോയി കാണും എന്നാലും. ഓക്കെ, ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബേസിലാണോ? നിങ്ങൾക്ക് കണ്ടിട്ട് ബേസിലിന്റെ കൂട്ട് തോന്നുന്നുണ്ടോ? മിസ് എനിക്ക് എന്റെ അല്ല മാം, അടുത്ത് കൂട്ടൊക്കെ തോന്നുന്നല്ലോ. നമ്മുടെ സ്ക്രീൻ ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയി. രണ്ടാൾക്കാർ നമ്മളിപ്പോ കാണിച്ചിട്ടുണ്ട്. അതെ, ഫസ്റ്റത്തെ നൈസായിട്ടൊന്ന് ആളെ കണ്ടു അവര്. അതെ, ഓക്കെ. സഫ്ന, നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് അല്ലാതെ അൺമ്യൂട്ട് ചെയ്തും സംസാരിക്കാം കേട്ടോ. ബേസിൽ ആൻഡ് മെസ്സി എല്ലാം കഴിവതും നിങ്ങളുടെ പേരൊന്ന് റീനെയിം ചെയ്യണേ. ഇപ്പൊ നമുക്ക് സിയോമി ഐഫോൺ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആരാന്ന് നമുക്ക് അറിയത്തില്ല. കാരണം നിങ്ങളെ ഒരു പക്ഷേ ഫാത്തിമ മേഡത്തിന് അറിയാതിരിക്കാം, ഞങ്ങൾക്ക് ആർക്കും നിങ്ങളെ അറിയത്തില്ല. ഇപ്പൊ എനിക്കും തൗസിൻ മാമിനും അറിയത്തില്ല. അപ്പൊ നിങ്ങളുടെ പേര് വിളിച്ച് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിവതും എല്ലാവരുടെയും പേരൊന്ന് റീനെയിം ചെയ്യാം. ഇപ്പൊ നമ്മളുടെ പാർട്ടിസിപ്പൻസ് ലിസ്റ്റിൽ നിങ്ങൾ എടുത്താലും നമ്മളുടെ പേരിന്റെ അവിടെ ഒരു 3 ഡോട്ട് കാണും. ആ 3 ഡോട്ടിനോട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ റീനെയിം എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ നിങ്ങളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്താൽ ഞങ്ങൾക്ക് ഈസി ആയിരിക്കും നിങ്ങളെ ഒന്ന് വിളിക്കാൻ. അല്ലെങ്കിൽ നമുക്കൊന്ന് ഇപ്പൊ നമ്മൾ എങ്ങനെയാ വിളിക്കുക, താഴെ സിയോമി എന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി പേരറിയാത്ത ഒന്നെങ്കിൽ പേര് പറ, ഞങ്ങൾ ഇവിടെ നിന്ന് റീനെയിം ചെയ്യാം. അല്ല എങ്കിലും ഒന്ന് അത് റീനെയിം ചെയ്യണേ. നമ്മുടെ പാർട്ടിസിപ്പന്റ് ലിസ്റ്റിൽ നമ്മുടെ പേരിന്റെ സൈഡിലായിട്ട് 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ടിൽ 4ാമത്തെ ഓപ്ഷൻ റീനെയിം എന്നാണ്. അപ്പൊ സിയോമി എന്നുള്ള ആള് ആരാണെന്ന് പേരൊന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ റീനെയിം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ആ ഇപ്പൊ എല്ലാരെയും അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. പറഞ്ഞ എല്ലാരും കറിയും കലക്കില്ല കേട്ടോ. നമ്മള് അത്യാവശ്യം ഹാൻഡൊക്കെ റേസ് ചെയ്തിട്ടൊക്കെ സംസാരിക്കണേ. ഓക്കെ, നമുക്ക് അപ്പൊ അടുത്ത ആളെ കാണിച്ചാലോ? ഓക്കെ, സോ ഫസ്റ്റ് ഉത്തരം കുറെ ആൾക്കാർ പറഞ്ഞു മെസ്സി ആയിരുന്നു അല്ലേ. നെക്സ്റ്റ് ആൾക്കാർ കുറെ പേര് ഗസ് ചെയ്തു. നമ്മുടെ സ്ലൈഡ് മൂവ് ആയതാണെന്നുണ്ടെങ്കിൽ കുറെ പേര് ഗസ് ചെയ്തിട്ടുണ്ട്. ആരാണ്? ബേസിൽ അല്ലെ. എല്ലാവർക്കും ബേസിലിനൊക്കെ അറിയാം. സോ നമുക്ക് അടുത്ത നോക്കാം. ഇതാരാണ്? ഓക്കെ, എല്ലാരും ഉർവശിയുടെ വലിയ ഫാനാന്ന് തോന്നുന്നു അല്ലേ. എല്ലാരും പെട്ടെന്ന് കണ്ടുപിടിച്ചു. നമുക്ക് നോക്കാം. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്, ഉർവശിയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ
ഇതാരാ? ഇതാരാ? എലോൺ മസ്ക്. ഓ എലോൺ മസ്ക്. ഓക്കെ. കൊള്ളാലോ. വേറെ ആരെങ്കിലും ഇതിനൊരു ഒപ്പോസിഷൻ പറയുന്നുണ്ടോ? എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് പറയാട്ടോ. ഓക്കെ, മുഹമ്മദ് ഷാദുലിയാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആണ്, എലോൺ മസ്ക് ആണ്. ഷാദുലി സ്കോർ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവരും കൂടെ അതെ. നോക്കുക. യെസ്. നെക്സ്റ്റ് ഇതാരാ? ഇതെല്ലാവർക്കും ടൊവിനോ. ഡെഫിനറ്റ്ലി അറിയാം. ടൊവിനോ. ഓക്കെ ടൊവിനോ. അശ്വതിയാണ് ഫസ്റ്റ് പറഞ്ഞത്, മുഹമ്മദ് പറഞ്ഞു, ആൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇതാരാണ്? സഞ്ജു സാംസൺ. ആരാണ്? സഞ്ജു സാംസൺ. ഓ ഓക്കെ, എല്ലാവർക്കും അഭിപ്രായമാണോ? അതെ. അതെ. Yeah. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇതാരാ? മഞ്ജു വാര്യർ. Wow. അതാരാ പറഞ്ഞത്? അശ്വതിയാണോ? മേനക. ഓക്കെ മേനക ആക്ട്രസ് മേനക. ഓക്കെ, മുഹമ്മദ് മേനക. പറഞ്ഞു മേനകയാണ്, അശ്വതി പറഞ്ഞു മഞ്ജു വാര്യരാണ്. മഞ്ജു വേറെ വാര്യർ. ആരെങ്കിലും ഏതെങ്കിലും ഡിഫറെന്റ് ആൻസേഴ്സ് ഉള്ളവരുണ്ടോ? No. സംയുക്ത വർമ്മേ. സംയുക്ത വർമ്മയാണെന്ന് ആരാ അല്ല, പറഞ്ഞേ? മഞ്ജു വാര്യർ. ഓക്കെ, കുഴപ്പമില്ല, മഞ്ജു നമുക്ക് അടുത്ത് വാര്യരായിരുന്നു. നോക്കാം. ഓക്കെ, ഇതാരാ? അജിത്. ഓക്കെ, അശ്വതിയും പറഞ്ഞു മുഹമ്മദ്. എനിക്ക് അശ്വതി മുഹമ്മദ് മാത്രമാണ് മാറി മാറി ആൻസേഴ്സ് പറയുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ആരും ഒരു ശമ്പളം വിചാരിക്കണ്ട. ഓക്കെ, സോ ആൻസർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഇതെന്താ? അത് ബനാന. ഇത് കണ്ട് നിക്ക്. ബനാന. ഓക്കെ, ആരാ? ധീരജാണോ ബനാന പറഞ്ഞേ? ഓക്കെ, ബനാന ഷാദുലി. പറഞ്ഞു. എന്താണ്? ഷാദുലിയാണ് ധീരജല്ല പറഞ്ഞത്. പറഞ്ഞത്. ഷാദുലിയാണ് ഷാദുലി എന്താ പറഞ്ഞത്. പറഞ്ഞേ? ബനാന. 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 ഓക്കെ, കുറെ പേര് ബനാന എന്ന് പറയുന്നുണ്ട്. ഇത് ബനാന ആണോ അതോ എന്താണ്? പഴം. ഓക്കെ, കുറച്ചിട്ട് പഴം എന്ന് പറയുന്നുണ്ട്, ബനാന എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താ? സ്ട്രോബെറി. സ്ട്രോബെറി. അതെല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഇത് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ എപ്പോഴും കാണുന്നതാണല്ലേ? ആ, ഓക്കെ, കറക്റ്റ് ആണ്, ചക്കയാണ്. നെക്സ്റ്റ് നോക്കാം. ഇതെന്താ? അത് കൈതച്ചക്ക. പൈനാപ്പിൾ. ഓക്കെ, നോക്കട്ടെ. കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇതെന്താ? റംബൂട്ടാൻ. ഓക്കെ, റംബൂട്ടാൻ എന്നാണ് എല്ലാരും പറയുന്നത്. എല്ലാവർക്കും ആ സെയിം അഭിപ്രായമാണോ? റംബൂട്ടാൻ ആണോ? അതെ. വേണമെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കാം. ചിലപ്പോ ഇതുപോലെ ഇരിക്കുന്ന വേറെ ഫ്രൂട്ട്സ് കാണും കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് ആരോ പറഞ്ഞു. ആരാ പറഞ്ഞേ? ഷഫ്നയാണോ? നെസ്ട്രീൻ ആണ് പറഞ്ഞത്. ഓക്കെ, റംബൂട്ടാൻ. ഓക്കെ, അടുത്ത നോക്കാം. ഇതെന്താ? അത് കിവി. ഉറപ്പാണോ? ആർക്കെങ്കിലും കോക്കനട്ട് ഒക്കെ പോലെ തോന്നുന്നുണ്ടോ? കിവി കറക്റ്റ് ആണേ. ഓക്കെ, ഇതെന്താ? ഓറഞ്ച്. നോക്കാം. ഓറഞ്ച് ആണ്, കറക്റ്റ് ആണ്. സോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ഫസ്റ്റ് ഗെയിം? സൂപ്പർ ആയിരുന്നോ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടു. കുറെ നാളായില്ലേ ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട്? അതെ, എല്ലാരും ഒന്ന് കൂൾ ആയിട്ടുണ്ടല്ലോ ഇപ്പൊ. ഓക്കെ, സോ നമുക്കിനിയും നമുക്ക് എന്താ പറയാ, കുറച്ചു പേരുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കേൾക്കാലേമാ? അതെ, നമുക്ക് ഓരോരുത്തരും ഒന്ന് പരിചയപ്പെടാം.
ആ അതെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരെയും പരിചയപ്പെടണം. കാരണം ഓൾറെഡി നമുക്കറിയാം കുറച്ച് പേര് ഇവിടെ ഉള്ളൂ. സോ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാനുള്ള ടൈം ഉണ്ട്. അപ്പൊ ആരാണ് ആദ്യം മുന്നോട്ടേക്ക് വരുന്നത്? ഒന്ന് കാണട്ടെ, ആരാണ് മുന്നോട്ടേക്ക് വരുന്നത് നോക്കട്ടെ. എല്ലാവരും എന്തായാലും പറയണം. ആരാണ്? മുഹമ്മദ് ആണോ? ഷാദുലി പോരട്ടെ, ഓക്കെ, നല്ലപോലെ ഷാദുലി സ്കോർ പറയാം. ചെയ്ത ആളാണ്. എന്താ പറയണ്ടേ? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻട്രോ പറയാ, എന്തുകൊണ്ടാണ് നമ്മളുടെ ആ, കോഴ്സ് എടുത്തതെന്നൊക്കെ പറയാ. ജസ്റ്റ് ഒന്ന് ഇൻട്രോ പറഞ്ഞാൽ മതി. ലൈക്ക് BSc പേരും വീട് എവിടാണ്, നേരത്തെ എന്താ ആ ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ട് MSW എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. എൻ്റെ പേര് മുഹമ്മദ് ഷാദിലി. നേരത്തെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഹിസ്റ്ററി ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഓണസ്റ്റ്ലി വലിയ കോളേജിലൊന്നും പോയി പഠിക്കാൻ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലേൺ വൈസ് നോക്കിയത്. പിന്നെ പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്യുന്നു. ഓക്കെ, എന്തൊക്കെയാ ഹോബീസ്, എന്താ ചെയ്യുന്നേ? ഹോബീസ് ഈ റീഡ് ചെയ്യാൻ ഇഷ്ടമാണ്. എന്താ വായിക്കാറ്? നോവൽസ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ? നോവൽസ് ഉണ്ട്, ഹിസ്റ്റോഗ്രാഫി ഉണ്ട്. ഇപ്പം മൗര്യൻ എംപയറിന്റെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക, ആഹാ, കൊള്ളാലോ. മാത്യു സവന്തിയുടെ. കളിക്കാനെങ്കിലും ഒരിക്കലല്ലാത്തത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. എനിക്കധികം ആരുമായിട്ട് ബോധർ ചെയ്യുന്ന ഇഷ്ടം. ഓക്കെ, ഓക്കെ ഷാദുലി, താങ്ക് യു. ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ല, ആദ്യം നമുക്ക് ആ ഒരു ഇതൊക്കെ വരും, കുഴപ്പമില്ല കേട്ടോ. എനിവേ, താങ്ക് യു. സോ ഇനി അടുത്ത ആരാണ് വരുന്നത്? ആരാണ് അടുത്ത് പരിചയപ്പെടുത്താൻ വരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഓക്കെ, അശ്വതി. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവനന്തപുരത്ത്. ഞാൻ BA സോഷ്യോളജി കഴിഞ്ഞു. ഡിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്തത്. മാരീഡ് ആണ്, ഒരു മോളുണ്ട്. അപ്പം MSW ചൂസ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അങ്ങനത്തെ കോഴ്സുകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊരു ഫാർമസിസ്റ്റ് ആയിരുന്നു മുമ്പ്. കല്യാണത്തിന് മുന്നേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, വീട്ടില് കുഞ്ഞു മോളുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ബ്രേക്ക് വന്ന സമയത്ത് ഞാൻ പഠിക്കാൻ ഡിഗ്രി ചെയ്യാം, ഒരു ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ചെയ്യാമെന്ന് വിചാരിച്ച് ഡിഗ്രി ചെയ്തു. ഇപ്പൊ PG ചെയ്യണമെന്നൊരു പണ്ട് എപ്പോഴോ മനസ്സിൽ കയറിയ ഒരു കോഴ്സായിരുന്നു MSW. അതിന് പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സോഷ്യൽ സർവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യാൻ താല്പര്യമുള്ളൊരു ഫീൽഡാണത്. അതുകൊണ്ടാണ് പണ്ട് മനസ്സിൽ കയറിയതായിരുന്നു. പിന്നെ സാഹചര്യവശാൽ അതിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇപ്പോൾ അതിനൊരു അവസരം കിട്ടിയപ്പോൾ ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു. കുറെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കിട്ടുന്ന സമയത്തൊക്കെ പഠിക്കുക. പിന്നെ അതൊക്കെയാണ് ഇപ്പം എനിക്ക്. പിന്നെ എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഡാൻസ് ചെയ്യും, പിന്നെ അത്യാവശ്യം കഥ എഴുതും, കവിത എഴുതും. അതൊക്കെയാണ് എൻ്റെ ഹോബീസ്. പിന്നെ പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ സമയം കിട്ടാറില്ല. സോ അതാ എൻ്റെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ അശ്വതി, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ഗെയിം നോക്കിയാലോ മാം? ഇനി ഓക്കെ, ഒത്തിരി ഗെയിംസ് വരുന്നുണ്ട് കേട്ടോ, നിങ്ങളൊക്കെ ഒന്ന് ഉഷാറായി ഇരുന്നോ. ഓക്കെ. സോ നെക്സ്റ്റ് ഗെയിം എന്ന് പറഞ്ഞ മൂവിയുടെ പറഞ്ഞ ഗെയിമാണ്. സോ നിങ്ങൾ ഇതിന് മുന്നേ കളിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്നാൽ നമുക്ക് ഒന്നുകൂടെ കളിക്കാം അല്ലെ? ഓക്കെ, നമുക്ക് എന്താണ് ഗെയിം എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യും, നമ്മളുടെ ഓരോ മൂവിയുടെ ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു പോസ്റ്റർ നിങ്ങളുടെ മുന്നിൽ കാണിക്കും. സോ നിങ്ങൾ അത് വെച്ചിട്ട് ആ മൂവി ഏതാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഗസ് ചെയ്യണം. ഓക്കെ, ഗസ് ദ മൂവി. ഓക്കെ, മൂവി ഗസ് ചെയ്യുന്നതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഓക്കെ, നേരത്തെ കളിച്ചതുപോലെ അതിനേക്കാട്ടിലും ഉഷാറായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലത്. എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതേതാണ്? ഇത് ഏത് ഗോദ. മൂവിയിലെ ഡയലോഗാ? ഗോധ. കൗതുകം ലേശം കൂടുതലാ, മാപ്പാക്കണം.
കിങ് ലെയർ, ഗോദ. രണ്ടുത്തരങ്ങൾ വന്നു. വേറെ ഏതാണ് ഇനി? ശരിക്കും ഒന്ന് ആലോചിച്ച് മാർഗംകളിയാണോ നോക്കിക്കേ. എന്നൊരു സംശയം. മാർഗൻ കളി. പിന്നെ ഗോദ. ഗോദ എന്ന് ഗോദ, പറയുന്നുണ്ട്. നമുക്ക് കിങ് നോക്കിയാലോ? ലെയർ. ഓക്കെ. ഗോദ ആരായിരുന്നു? അശ്വതി അല്ലേ പറഞ്ഞത്? വേറെ അതിന് എനിക്ക് അശ്വതി മുന്നേ വേറെ ആരോ ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. ആണോ? ആര്യനന്ദയാണോ? അഞ്ചിമ. ഓക്കെ ഓക്കെ, ആര്യനന്ദയാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഓ, സോ നമുക്ക് നെക്സ്റ്റ് പോവാം. ഓക്കെ. മൈ ഫോൺ നമ്പർ ഈസ് ഏതാണ്? രാജാവിന്റെ മകൻ. രാജാവിന്റെ ഷാഹിൽ മകൻ അൺമ്യൂട്ട് എന്ന്. ഷാഹിൽ അൺമ്യൂട്ട് ചെയ്യട്ടോ. പറയുന്നുണ്ട്, മ്യൂട്ട് ആയതുകൊണ്ട് കേൾക്കുന്നില്ല ഇവിടെ. ഓക്കെ ഓക്കെ, മുഹമ്മദ് ഷാദിൽ അൺമ്യൂട്ട് ചെയ്യാ കേട്ടോ. രാജാവിന്റെ മകനാണെന്ന് തോന്നുന്നു മാം. എന്റെ സ്ക്രീൻ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. കാണാം. ഒരു മിനിറ്റ്. ഒരിക്കൽ രാജമോൻ എന്നോട് ചോദിച്ചു, ഇല്ലേ? ഈ പടം ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ലാവണ്യ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. തെറ്റിക്കോട്ടെ, സാരമില്ല. എനിക്കറിയില്ല മാം. ആര്യനന്ദ വീഡിയോ ഓഫ് ചെയ്തിട്ട് പോയോ? ആക്റ്റീവായിട്ടൊന്ന് വന്നായിരുന്നല്ലോ. നമുക്ക് ആൻസർ നോക്കാമോ? ഓക്കെ, കറക്റ്റ് ആണ്. ആരായിരുന്നു ഉത്തരം പറഞ്ഞിരുന്നേ? അയ്യോ, Shit. സോറി. ആരായിരുന്നു ഉത്തരം പറഞ്ഞിരുന്നേ? എനിക്ക് അഞ്ചിമ. തോന്നുന്നു അഖിലാണോ ആദ്യം പറഞ്ഞേ? കമന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അഖിലായിരിക്കും അല്ലേ? യാ. ഓക്കെ, എനിക്ക് ആക്ച്വലി ഇവിടെ സ്ക്രീൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അഖിലയാണ് ആദ്യം ആൻസർ അഖിലയാണ്. പറഞ്ഞത്. ആണല്ലേ? ഉം. ഓക്കെ ഓക്കെ. ഞാനിത് ഒന്നുകൂടെ സ്റ്റോപ്പ് ഷെയർ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ആക്കുവാണേ. ഓക്കെ. നെക്സ്റ്റ്, ഇത് ഏതാണ്? ഫേമസ് മൂവിയാണ്, എല്ലാവർക്കും കുമ്പളങ്ങി അറിയായിരിക്കും. നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സ്. ഓക്കെ, എല്ലാരും പറയുന്നുണ്ട്. നേരത്തെ സ്ലൈഡ് കണ്ടത് കൊണ്ടാണോ? ചെറുതായിട്ടൊന്ന് അവര് കണ്ടായിരുന്നു. എനിക്ക് എന്നാലും തോന്നുന്നത് കണ്ടില്ലെങ്കിലും ആൾക്കാർക്ക് അറിയാൻ തോന്നുന്നു മൂവി അല്ലേ? അതെ അതെ അതെ. ഫേമസ് ആ ഡയലോഗ്, ഒരു ഫേമസ് ഡയലോഗ് വളരെ ഫേമസ് ആണ്. ക്യാരക്ടർ. ആരാണ് ഡയലോഗ് പറയുന്നത് ഇപ്പൊ ഇവിടെ ആ ഒരു ടോണില്? ആർക്ക് പറയാൻ പറ്റും? ബോയ്സ് ആരെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത്. ഏയ് അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ നോക്കണ്ട, നിങ്ങൾ പറ. അതെ, ഷമ്മി ഹീറോ ആടാ, ഹീറോ. ഓക്കെ ഓക്കെ. സോ യാ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. കലങ്ങിയില്ല. ഏനത്യ? യോധ. മേലെ യോധ. പറമ്പിൽ ആൺവീട്. യോധ. മേലെ പറമ്പിൽ ആൺവീട്. അല്ല മേലെ പ്രമിലാൽ വീടെന്ന് അല്ല അല്ല പറഞ്ഞിട്ടുണ്ട്. അല്ല അല്ല യോധ യോധ. ശരിയാ. ഓക്കെ. വേറെ ആൾക്കാരൊന്നും പറയുന്നില്ലല്ലോ. മേലെപ്പറമ്പിൽ ആൺവീടിന് 2 വോട്ടുണ്ട്. ബാക്കി നോക്കാം, യോധ ആണോ മേലെപ്പറമ്പിൽ യോധ. ആൺവീടാണോ? അല്ല യോധയ യോധയ യോധയ. അഞ്ചിമ ഒന്നും വിടത്തില്ല, വരക്കാതെ ചാടിക്കറി പറഞ്ഞു. Correct. യോധ. യോധ. ഓക്കെ, നെക്സ്റ്റ്. ഒറ്റ വടക്ക് നോക്കി ഫോട്ടോയിൽ യന്ത്രം. കിട്ടില്ല മിസ്റ്റർ. ആരാ പറഞ്ഞത്? വടക്ക് നോക്കി. വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രം. എല്ലാരും പറയുന്നുണ്ടല്ലേ? ഈ പറയുന്ന എല്ലാ ചില പടങ്ങളും ആളുകള് കാണുന്നു. വീഡിയോ ഓഫ് ആണ്. അവരൊന്ന് വീഡിയോ ഓൺ ആക്കിയിട്ടൊന്ന് പറയാമോ? ഓക്കെ, സോ നോക്കട്ടെ. വടക്ക് നോക്കി യന്ത്രാണേ. നെക്സ്റ്റ് നോക്കാം. എല്ലാത്തിനും നാടോടിക്കാറ്റ്. അതിന്റേതായ സമയമുണ്ട് ദാസ. നാടോടിക്കാറ്റ്. ഏതാ? നാടോടിക്കാറ്റ്. നാടോടിക്കാറ്റ്. ഒത്തിരി തവണ കണ്ട സിനിമയായിരിക്കും അല്ലേ? മെനി എല്ലാരും ടൈംസ്. മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഡയലോഗാണ്. നോക്കാം നമുക്ക് കറക്റ്റ് ആണോ എന്ന്. നാടോടിക്കാറ്റ് കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ. നടേശ രാവണപ്രഭു. രാവണപ്രഭു എന്ന് പറഞ്ഞു, അശ്വതി പറഞ്ഞു. ഷാദുലി എന്തെങ്കിലും പറയാനുണ്ടോ? പ്രഭു. രാവണ
രാണപ്രഭു. രാവണപ്രഭു. എല്ലാവർക്കും സെയിം അഭിപ്രായം അല്ലേ? അതെ. ഓക്കെ, നോക്കട്ടെ. ഓക്കെ. ഓക്കെ, രാവണപ്രഭു ആണ്. നെക്സ്റ്റ് വർക്കിച്ച. രാജമാണിക്യം. പുള്ളിയാണ് കേട്ടാ. രാജമാണിക്യം. ഏതിനകത്ത് രാജമാണിക്യം. രാജമാണിക്യം. ഉറപ്പാണോ? ആരാ ഡയലോഗ് പറയുന്നത്? ആരാ ഡയലോഗ് പറയുന്നത് ഫുള്ള്? അശ്വതി റെഡി ആയിട്ടിരിക്കാൻ തോന്നുന്നു. മുഹമ്മദ് ഷാദിലി അല്ലെങ്കിൽ അശ്വതി, അശ്വതി രണ്ടുപേരും റെഡി പറയൂ. അശ്വതി ആയിട്ടിരിക്കുക. തിരുവനന്തപുരംകാരിയല്ലേ അല്ലേ? അതെ അതെ. അപ്പൊ ഓക്കെ, അശ്വതി പിന്നെ ട്രൈ ചെയ്യും. അല്ല, ഡയലോഗ് ഒന്ന് തിരുവനന്തപുരത്തേക്ക് ഞാൻ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞു വന്നതാ. ഞാൻ എറണാകുളംകാരിയാണ് ആക്ച്വലി. അത് ഒന്നൊന്നര വരവായിരുന്നല്ലോ. എന്തായാലും ട്രൈ ഓക്കെ, ചെയ്ത് ട്രൈ നോക്കൂ. ചെയ്തോ. ട്രൈ ചെയ്ത് നോക്കാം മാം. എനിക്ക് അത്ര ലാംഗ്വേജ് അത്ര അറിയില്ല, എന്നാലും നോക്കാം. പറഞ്ഞോ. വർക്കിച്ച, ലവൻ പുലിയാണ് കേട്ടാ. നമ്മള് ഒരു കൂടി വരേണ്ടി വരും. സൂപ്പർ. ഓക്കെ ഓക്കെ, നല്ലായിരുന്നു. സോ നെക്സ്റ്റ് നോക്കാം. ഓക്കെ. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. തലയണ യന്ത്രങ്ങളുടെ മന്ത്രം. പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ഏതാ? തലയണ മന്ത്രം. തലയണ മന്ത്രം എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാരും ഒന്ന് ആക്റ്റീവ് ആവണം കേട്ടോ. ഇവിടെ ഇപ്പൊ എനിക്ക് 2-3 പേര് മാത്രമേ ഉത്തരം പറയുന്നുള്ളൂ അൺമ്യൂട്ട് ആക്കിയിട്ട്. എല്ലാരും അൺമ്യൂട്ട് ആക്കി പറഞ്ഞോളൂ. തെറ്റാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഒരാൾക്ക് മാത്രമേ അറിയൂ. ഈ സിനിമ വേറെ ആരും കണ്ടിട്ടില്ല. ഒരാള് മാത്രമേ സിനിമ പേരറിയില്ല. കണ്ടിട്ടുള്ളൂ. വളരെ പേരറിയില്ല. ഫേമസ് ഡയലോഗ് ആണ്. കണ്ടിട്ടുണ്ട്, പേരറിയത്തില്ല. കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ. തലയണ മന്ത്രം അശ്വതി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? കറക്റ്റ് ആൻസർ ആണ്. അശ്വതി ഒരു പടം പോലും വിടാതെ കാണുന്ന ആളാണെന്ന് തോന്നുന്നു. പണ്ട്, ഇപ്പോഴല്ല. ഓക്കെ, സോ നമുക്ക് അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ളവരെ നമുക്ക് പരിചയപ്പെടാം. അതെ. ഓക്കെ ഓക്കെ, ഇനി ആരാണ് വരുന്നത്? ആരാണ് ആരാ അത്? വരുന്നത്? ആരോ വിളിച്ചല്ലോ. അതാ അവിടെ ഓക്കെ, കൈ കാണിക്കുന്നു. ആര്യനന്ദ. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ ക്യാമറയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് ബ്ലറാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞു. ഞാൻ ആര്യനന്ദ രമേശ്. ഞാൻ ഇപ്പം BA മലയാളം കഴിഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തത്. ഇപ്പൊ മാരീഡ് ആണ്. ഞാൻ പത്തനംതിട്ടക്കാരിയാണ്. കൊല്ലത്താണ് കെട്ടിച്ചു വന്നത്. എനിക്ക് MSW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രീം ആണ്. എനിക്ക് ഈ സോഷ്യൽ വർക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ അങ്ങനെ അമ്മ ടീച്ചറാണ്. അപ്പൊ അങ്ങനെ ഒരു കരിയർ അങ്ങനെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. അതാണ്. ഓക്കെ, അപ്പോ എന്തായാലും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റട്ടെ. ബെസ്റ്റ് വിഷസ് കേട്ടോ. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ആരാണ് വരുന്നത്? താങ്ക് യു ആര്യനന്ദ. ഓക്കെ, വിധു മ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഹായ്, എൻ്റെ പേര് വിധു മുരുകൻ ആണ്. ഞാൻ പത്തനംതിട്ടയാണ് സ്ഥലം. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു എടുത്തത്. മോഡൽ ടു ജേർണലിസം ആയിരുന്നു. എനിക്ക് ജേർണലിസം കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആയിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയില്ല, എന്റെ കണ്ടിന്യൂറ്റി പോകാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് PG കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞുണ്ട് 2 വയസ്സ്. അപ്പൊ ഗ്യാപ്പ് വന്നുകൊണ്ട് ഞാൻ PG ട്രൈ ചെയ്തില്ല. അപ്പം എനിക്ക് സമയം കിട്ടിയത് കൊണ്ട് ഞാൻ PG MSW എനിക്ക് ഇഷ്ടമാണ്. കുറച്ച് PG-യിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ MSW. അതുകൊണ്ട് ഞാൻ എടുത്തത്. എനിക്ക് ഓഫ്ലൈൻ പഠിക്കാനൊക്കെ ഉള്ള സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈൻ പ്രിപ്പയർ ചെയ്തത്. എനിക്ക് മോനുണ്ട്. ആള് ഇച്ചിരി ബഹളമായിരുന്നു. 3 കുഞ്ഞുങ്ങളുണ്ട് ചേട്ടന്റെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓഡിയോ എപ്പോഴും ഓഫ് ആക്കി ഇടുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു വിധു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, കുറെ പേരുണ്ടല്ലോ. ഓക്കെ ഓക്കെ, നസ്രീൻ പറഞ്ഞോളൂ. എന്റെ പേര് നസ്രീന, കണ്ണൂരാണ്. +2 കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്ന്. ഇപ്പോ പിന്നെ കുട്ടിയെല്ലായി. പിന്നെ അതിന് ശേഷം ഡിഗ്രി എടുക്കണമെന്നുണ്ടായിന്. പോയിട്ട് പഠിക്കാനുള്ള ഒരു എന്താ പറയാ പറ്റാത്തത് കൊണ്ട് ഓൺലൈൻ ചൂസ് ചെയ്തു. അത്രേ. ഓക്കെ നസ്രീൻ, ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു.
ഓക്കെ, നമുക്ക് ഗെയിം നോക്കിയാലോ? ഒന്നും കൂടെ ഓക്കെ ഒന്ന് ഗെയിം കളിക്കാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആ, വിസിബിൾ ആണ്. സോ നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ബ്രെയിൻ ബസ് ആണ്. എല്ലാവരും റെഡിയാണോ കളിക്കാൻ? റെഡി. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതില് ആർക്കെങ്കിലും ഒക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ നമ്പർ ചൂസ് ചെയ്യുക. നമ്മൾ ആ നമ്പറിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആരാണ് ആദ്യം പറയുന്നത്? നിങ്ങൾ ചുമ്മാ ഒന്ന് ഏതെങ്കിലും നമ്പേഴ്സ് ഒന്ന് ചൂസ് ചെയ്താൽ മതി, അതെ, അത്രേ ഉള്ളൂ. ചൂസ് ചെയ്താൽ മതി. ഇതിലിങ്ങനെ ആലോചിച്ച് നോക്കണ്ട ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊന്നും ഇല്ല. ആരെങ്കിലും ഒരാൾ പറഞ്ഞോ, കുഴപ്പമില്ല. 3. 3. ഓക്കെ, ആരും ഒന്നും കണ്ടില്ലല്ലോ അല്ലെ? വേറെ സ്ലൈഡ്സ് ഒന്നും കണ്ടില്ലല്ലോ അല്ലെ? No. ഓക്കെ, സോ ഐഡന്റിഫൈ എ ഫേമസ് പേഴ്സൺ ഫ്രം ദിസ് ഫിഗർ. ആരാണിത്? എത്ര പേർക്കറിയാം? മേരി ക്യൂറി ആണോ എന്നൊരു സംശയം. അതാരാണ് പറഞ്ഞത്? അശ്വതി. ഓക്കെ, ഇനി അഞ്ചിമ വേറെ കമന്റിൽ പറഞ്ഞിട്ടുണ്ട്. ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. അഞ്ചിമ. ഓക്കെ ഓക്കെ, അഞ്ചിമ. ഓക്കെ ഓക്കെ, അഞ്ചിമ പറഞ്ഞു, അശ്വതി പറഞ്ഞു. വേറെ ആരാണ്? ലാവണ്യ ഒത്തിരി ആലോചിക്കുന്നുണ്ട്. ആരെങ്കിലും കിട്ടുന്നുണ്ടോ? വേറെ ആർക്കും അറിയില്ല? നോക്കട്ടെ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അശ്വതി അഞ്ചുമയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഏത് നമ്പറാ ചൂസ് ചെയ്യുന്നേ? 5. 5. ഓക്കെ ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു പിക്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക കേട്ടോ. നോക്കിയോ? ഇത്ര സമയമുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സർക്കിൾസ് ദേർ ആർ? അതിൽ എത്ര സർക്കിൾ ഉണ്ടായിരുന്നു? 7. ഓക്കെ, അശ്വതി 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ അഞ്ചിമ ആർക്കെങ്കിലും 5 ഇനി എന്ന് ഏതൊരു പറഞ്ഞിട്ടുണ്ട് opinion? കേട്ടോ. അഞ്ചിമ 5 എന്ന് പറഞ്ഞിട്ടുണ്ട് chat അഞ്ചിമ box ല്. 5 പറഞ്ഞിട്ടുണ്ട്. 7. 7, നസ്രീൻ 7. ലാവണ്യ 6 ആരോ പറഞ്ഞല്ലോ. 6. ലാവണ്യ 6 പറഞ്ഞു. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? 6. രണ്ടുപേര് 6 പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. 7. Yes. എനിക്ക് തോന്നുന്നു അശ്വതി അതൊന്ന് പറഞ്ഞത് അല്ലേ? വേറെ ആരോ പറഞ്ഞിട്ടുണ്ട് കൂടെ. വേറെ ആരാണ് പറഞ്ഞിട്ടുള്ളത്? ആരായിരുന്നു പറഞ്ഞിരുന്നേ? അറിയില്ല. ആരാണ് പറഞ്ഞത്? എവിടെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ സൗണ്ട് ആളാരാന്ന് മാത്രം മനസ്സിലാക്കാം. കേൾക്കുന്നുണ്ട്, ആളിങ്ങോട്ട് അതെ. കാണുന്നില്ല. കമന്റ് ബോക്സിൽ കണ്ടായിരുന്നല്ലോ മാം. കമന്റ് ബോക്സിൽ 5 ആണ്. 5 ആണല്ലേ? ഓക്കെ. ആ, ആരോ 7 എന്ന് പറഞ്ഞായിരുന്നു. നസ്രീനയാ പറഞ്ഞത്. നസ്രീന. ഓക്കെ ഓക്കെ, സോ നമുക്കിത് ഒന്നുകൂടെ നോക്കാം. ഒരു നമ്പർ കൂടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ലാസ്റ്റ് ആയിട്ട്. 7. 7. 7 ആരോ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ 4 കഴിഞ്ഞിട്ട് നമുക്ക് 7 നോക്കാം. ആരോ ഒരാൾ 4 പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ 4. ഇതിലെ ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. എന്താണ് ഡിഫറൻസ്? അതിലെ വിമാനം പറഞ്ഞ സംഭവം അങ്ങോട്ട് ഒരെണ്ണം മുകളിലോട്ട് പോകുന്നു, ഒരെണ്ണം താഴത്തോട്ട് വരുന്നു. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ? Star. ഓക്കെ, അടുത്തത് എന്താണ്? ഒരെണ്ണത്തിൽ സ്റ്റാർ ഒരു മൂൺ വന്നിട്ട് സ്മൈൽ ചോറ് പോലെ. ഒരു മൂൺ സ്മൈൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു മൂൺ കുറച്ച് ദേഷ്യത്തിലാണ് നിൽക്കുന്നത്, ഒരു മൂൺ കുറച്ച് സ്മൈൽ ഒക്കെ ആയിട്ടാണ്. ഇനി എന്താ ഡിഫറൻസ് ഉള്ളത്? ഒരെണ്ണത്തിൽ 3 ക്ലൗഡും ഒരെണ്ണത്തിൽ 4 ക്ലൗഡും. അതെ അതെ, കറക്റ്റ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഒരു ഡിഫറൻസ് കൂടെ ഉണ്ട്. ആർക്കെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്റ്റാർ വരുന്നുണ്ട്, ഒന്നും അല്ലാതെ
ആ ഒരു യെസ് ഉൾക്കയും കറക്റ്റ്. വരുന്നുണ്ട്, ഒരു സ്റ്റാറും വരുന്നുണ്ട് അല്ലേ? ആ അഞ്ജിമ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. അതെ അഞ്ജിമ എല്ലാം ചാറ്റിലാ ഇടുന്നത്. അതെ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ അഞ്ജിമ. ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. On Earth, ഏയ്, ഒരു റോക്കറ്റ് അപ്പ് ഒരു റോക്കറ്റ് ഡൗൺ ആണ്. ആ റോക്കറ്റ് നമ്മൾ പറഞ്ഞു. അവിടെ ഉണ്ടാ ഒരെണ്ണത്തില് സ്റ്റാർസിന്റെ എണ്ണം ചെറിയ സ്റ്റാർസിന്റെ എണ്ണം green color കാണുന്നത് ആ ആ മുകളിൽ. green color കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ കറക്റ്റ് കറക്റ്റ് ആണ്. ഒന്ന് സ്റ്റാർ 15, ഒന്ന് 14. ഓക്കെ ഓക്കെ എല്ലാരും എല്ലാ ഡിഫറൻസും കണ്ടുപിടിച്ചു. ഓക്കെ സോ ഇനി നമുക്ക് ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് ഇത് എൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ ഇനി ആരാണ് പറയുന്നത്? ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ലാവണ്യ ലാവണ്യ ചിരിച്ചോണ്ട്. ഓക്കെ ലാവണ്യ. Hello, ma'am. My name is Lavanya, and I have completed +2. I just selected BSW for just like I love this subject, so that I joined. അത്രേ ഉള്ളൂ? Yeah. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ? Yes, ma'am. It ഓക്കെ was fun. എന്താ ഓക്കെ ഹോബീസ് എന്താ? Hobbies, I read novels, and as well as I do some craft and arts. ഓക്കെ സോ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് നോവൽ? Novels, I just read like, fantasy or something like that. ഓക്കെ ഓക്കെ താങ്ക് യു. Thank you, ma'am. ഓക്കെ സോ നെക്സ്റ്റ് ആരാണ് വരുന്നത്? ധീരജ്. ധീരജ് പറയുന്നോ? ധീരജ് ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ധീരജിനെ വിളിക്കാം അല്ലേ? ആ പറയാം. ഓക്കെ പറഞ്ഞോളൂ. എന്റെ പേര് ധീരജ്. ഞാനിപ്പോ +2 കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇരിക്കുക. പിന്നെ ഡിപ്ലോമ ചെയ്തു, പിന്നെ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഉം. പിന്നെ എന്റെ വീട് വരുന്നത് തൃശ്ശൂര് മുണ്ടൂര്. എന്തുകൊണ്ടാണ് BSW എടുത്തത്? ഇഷ്ടം തോന്നി അപ്പൊ എടുത്തു. ഇഷ്ടം തോന്നിയുടെ അടുത്താണ് അല്ലേ? ആ ഓക്കെ നമ്മുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ധ്വനി അതിൽ കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഓക്കെ താങ്ക് യു. താങ്ക് യു ധീരജ്. സോ നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഗെയിമിലേക്ക് പോയാലോ മാം? യാ. നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആയിട്ട് നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും മസ്റ്റ് ആയിട്ട് ക്യാമറ ഓൺ ആക്കി നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുക. കുറച്ച് എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും. ഇതുവരെ കളിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഗെയിം ആയിരിക്കും അല്ലേ മാം? അതെ, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വാമപ്പ് ഒക്കെ ചെയ്തോ. അതെ ഓക്കെ എല്ലാരും പേടിക്കും ചിലപ്പോ. ഓക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാവേ. ആ. ഗ്രാബ് ആൻഡ് റൺ എന്നാണ് ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്. എന്താണ് നമ്മള് നിങ്ങളോടൊരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ പേര് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഗ്രാബ് ചെയ്യുക, ഓടിപ്പോയിട്ട് അത് നിങ്ങൾ എടുത്തിട്ട് വരിക, എന്നിട്ട് നമ്മളെ കാണിക്കുക. ഓക്കെ സോ എല്ലാവരും ഓടാനൊക്കെ റെഡി ആയിട്ട് ഇരിക്കുക. ഏറ്റവും ആദ്യം ആരാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കും. എല്ലാവരും റെഡിയാണോ? ഓക്കെ. മനസ്സിലായില്ലേ എന്താന്നുള്ളത്? മനസ്സിലായോ മനസ്സിലാവാത്തവരുണ്ടോ? എല്ലാവർക്കും? മനസ്സിലായി. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. സോ എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കപ്പ് എന്ന് പറയുന്നെങ്കിൽ കപ്പ് എടുത്തിട്ട് വരണം. പെൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓടിപ്പോയിട്ട് പെൻ എടുത്തിട്ട് നിങ്ങൾ കാണിക്കുക. ഓക്കെ സോ സ്റ്റാർട്ട് ചെയ്യാം. ഗ്ലാസ്. എത്ര പേരുടെ വീട്ടിൽ ഗ്ലാസ് ഉണ്ട്? വേഗം എടുത്തിട്ട് വരൂ. പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ട് വന്നോ. ധീരജ് പൊക്കോളൂ, കുഴപ്പമില്ല, പോയിട്ട് വരൂ നിങ്ങള്. എല്ലാവരും പോയിട്ട് വന്നോ കേട്ടോ. ഇവിടെ പോയിട്ട് വരും. ഓ ലാവണ്യ എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അഞ്ജുവ, കിട്ടി. ലാവണ്യ, അശ്വതി, അഞ്ജിമയ്ക്ക് കിട്ടി.
ധീരജ് ക്ലാസ് എടുക്കാൻ പോയിട്ട് കണ്ടില്ലല്ലോ, പോയോ? മുഹമ്മദ് ഷാദുലി, ആര്യനെന്താ പറയാണ്, എന്റെ ക്യാമറയ്ക്ക് പോകാൻ കിട്ടിയൊരു സമയം അല്ലേ? ആക്ടിവിറ്റി കളിക്കാൻ അവിടെ കൊണ്ടുവന്ന് കൊടുത്ത ആര്യനെന്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്റെ ഡോർ ലോക്കായി പോയി, അതാണ് മാം എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റാത്തത്. ഓക്കെ, ധീരജ് കൊണ്ടുവന്നിട്ടുണ്ട്. ധീരജ് ക്ലാസിന്റെ ഉള്ളില് വെള്ളം എടുത്തിട്ടാണോ വന്നേ? അല്ലല്ല, അല്ലല്ല, ക്ലാസ് വെള്ളമൊന്നുമില്ലേ? മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ, അത്യാവശ്യം എല്ലാരും തന്നെ എടുത്തിട്ടുണ്ടല്ലേ? വിധു എടുത്തിട്ട് വന്നോ? ഓക്കെ ഓക്കെ, വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഗ്ലാസസ്, സ്പെക്സ്. ഗ്ലാസ് ഓൾറെഡി ഉണ്ട് എന്റെ കയ്യിൽ. കയ്യിലുള്ളവരൊക്കെ കയ്യിലുണ്ട്. രക്ഷപ്പെട്ടു, ഇല്ലാത്തവർ ഓടിപ്പോയി എടുത്തു. അച്ഛന്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഓടിപ്പോയി എടുത്തിട്ട് വാ. ഓക്കെ, അശ്വതിക്കും ധീരജിനും പോണ്ടി വന്നില്ല. അതെ അതെ. ഓക്കെ, ഓ, അഞ്ജിമയ്ക്കും പോണ്ടി എനിക്ക് വന്നില്ല. തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും ഗ്ലാസ് ഉണ്ട്. ലാവണ്യ, അഞ്ജിമ, നസ്രീൻ, വിധു, ആര്യനന്ദയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കിട്ടി. ഓക്കെ, നസ്രീൻ, അഞ്ജിമ കിട്ടിയോ? നസ്രിന് കിട്ടിയിട്ടുണ്ട്. അഞ്ജിമയ്ക്ക് ഓൾറെഡി ഉണ്ട്. നസ്രീന് കിട്ടിയോ? എന്താണ് പറഞ്ഞത്, കേട്ടില്ല. ഗ്ലാസ് കയ്യിൽ തന്നെ ഉണ്ട്, യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്കൊന്ന് അത്യാവശ്യം എല്ലാവരും തന്നെ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എളുപ്പമായി. ആര്യനന്ദന്റെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ ആര്യനന്ദ? റൈബാൻ വല്ലതും ആണോ? കുറച്ച് നേരം കാണിച്ചോണ്ട് സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതെ അതെ, ഇതെന്റെ പുത്തൻ റെയ്ബാൻ ക്ലാസ് ആണോ ആര്യനന്ദ? അതെ അതെ. ഓക്കെ, അടുത്തത് കോംബ്, ചീപ്പ് അല്ലെങ്കിൽ കോംബ്. എത്ര പേരുടെ വീട്ടിലുണ്ട്? എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും, പെട്ടെന്ന് അങ്ങ് പോയി എടുത്താൽ മതി. ഈ ആര്യനന്ദ കയ്യിലെന്തോ വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അശ്വതിക്ക് കിട്ടി. റോബോട്ടോ അല്ലെ അസിസ്റ്റന്റോ എന്തോ അടുത്തുണ്ട്, സ്പോട്ട് സാധനമൊക്കെ കയ്യിൽ. എനിക്ക് തോന്നുന്നു ഈ PPT എല്ലാം ലീക്ക് ആയിട്ടുണ്ടോ? നേരത്തെ കിട്ടിയുണ്ടോ കയ്യില്? അവിടെ Already നിന്നിക്കുന്നില്ല, എല്ലാം അനങ്ങുന്നില്ല. set ആക്കി നിങ്ങൾ വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, സംഭവം എല്ലാം കണ്ടു തന്നെ. എല്ലാരും കാണിക്കുന്നുണ്ട്. വിധു കാണിച്ചു, അഞ്ജിമ കാണിച്ചു, ധീരജ് കാണിച്ചു, ലാവണ്യ, അശ്വതി, മുഹമ്മദ് ഷാദില് കാണിച്ചിട്ടുണ്ട്, നസ്രീൻ കാണിച്ചു. ഓൾമോസ്റ്റ് എല്ലാം. ഇതുമൊക്കെ വീഡിയോ ഓൺ ചെയ്ത് അങ്ങ് പോയോ? ഇവിടെ ഓൺ ചെയ്തിരിക്കുകയായിരുന്നല്ലോ. അന്നാമേരി, ഷഫ്ന, എന്താണോ നിങ്ങളൊന്ന് വീഡിയോ ഓൺ ആക്കത്തെ? ആൻമേരി ഞാൻ ട്രാവലിംഗ് ആണെന്ന് തോന്നുന്നു. പുറത്താണ്, ഞാൻ ട്രാവലിംഗ് ആണ്. ഓക്കെ. അടുത്തത് വെക്കട്ടെ മാം. ആ, സിസേഴ്സ്, കത്രിക. ലാവണ്യ കൊണ്ടുവന്നു, അഞ്ജിമ കൊണ്ടുവന്നു, അശ്വതി ഓടുന്നു, ധീരജ് പോയിട്ടുണ്ട് എടുക്കാൻ. നസ്രീൻ ഇല്ല. കിട്ടി മേഡം, കിട്ടി കിട്ടി. ഓക്കെ ഓക്കെ, അത്യാവശ്യം എല്ലാവർക്കും കിട്ടിയല്ലേ? അതായത് വിധു ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. പെൻ അല്ലെങ്കിൽ പെൻസിൽ. പെട്ടെന്ന് തന്നെ ചിലപ്പോ എടുത്തല്ലോ. അതെല്ലാവരും കയ്യിൽ എടുത്തിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നതല്ലേ? അശ്വതി, പരിപാടി ഉള്ളത് കൊണ്ട് ലാവണ്യ, എത്ര ഒരുവിധം നസ്രീൻ, ആളുകൾക്ക് വിധു, ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ധീരജ് എടുക്കാൻ പോയിട്ടുണ്ട്. അടുത്തത് ബുക്ക്. ബുക്ക് എത്ര പേരുടെ കയ്യിലുണ്ട്? ബുക്ക് വന്നു ധീരജ്. ഓക്കെ, എല്ലാരും ബുക്ക് ആയിട്ട് തന്നെ ഇരുന്നത്. ധീരജ് ബുക്ക് എടുക്കാൻ പോയിട്ടുണ്ട്. ധീരജ് ബുക്കും കൊണ്ട് വരട്ടെ. അതെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ധീരജ് എനിക്ക് തോന്നുന്നു കുറച്ച് ഓടുന്നത് ഈ ഗെയിമിൽ ധീരജാന്ന് തോന്നുന്നു അല്ലേ? അതെ, ഗ്രാബ് ആൻഡ് റൺ എന്ന് പറയുമ്പോ ശരിക്കും ഓടി പോകുന്നുണ്ട് ആള്. അതെ അതെ. ഓക്കെ, ധീരജ് വന്നു. ഓക്കെ ഓക്കെ, അത്യാവശ്യം എല്ലാരും കാണിച്ചു അല്ലേ? കാണിച്ചു. നെക്സ്റ്റ് നോക്കാം. പ്ലേറ്റ്. അടുക്കളയിലോട്ട് ഓടട്ടെ. ആര്യനന്ദയുടെ അടുത്തുണ്ടോ പ്ലേറ്റ്? ഞാൻ എണീറ്റിട്ട് വരാം. ഷാദുലിക്ക് കിട്ടി, ലാവണ്യക്ക് കിട്ടി, ആര്യനന്ദ എടുത്തിട്ട് വന്നു. അശ്വതി, മുഹമ്മദ് ഷാഹുലി അടുക്കളയിൽ പോയി എല്ലാ പ്ലേറ്റും നമ്മളെ കാണിക്കുകയാണ്. പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി ഈസിയാന്ന് തോന്നുന്നു, എവിടെ ഇരിക്കുന്നതെന്നൊക്കെ അറിയാലോ.
ഓക്കെ, ധീരജ് പോയിട്ടുണ്ട്. ധീരജിനെ വെയിറ്റ് ചെയ്യാം. ഇതിൽ നസ്രീൻ, വിധു, അഞ്ജുമ എല്ലാരും ക്യാം ഓഫ് ആണല്ലോ. എല്ലാരും എവിടെ പോയി? എടുക്കാൻ പോയതാണോ? പ്ലേറ്റ് കിട്ടി. കിട്ടി. ഓക്കെ, നെക്സ്റ്റ് സ്പൂൺ. ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഒറ്റയടിക്ക് കാണിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം പോയി എടുത്തിട്ട് പ്ലേറ്റ് ഇത് ഓരോ എടുത്തപ്പോ തവണ തന്നെ സ്പൂണും എടുക്കായിരുന്നു എന്ന് വിചാരിച്ചു. അതെ, സ്പൂൺ കിട്ടി മാഡം. ലാവണ്യ സ്പൂൺ കിട്ടി, കിട്ടി. അഞ്ജിമ കിട്ടി, ആര്യനന്ദ കിട്ടി. ഓക്കെ, ധീരജ് ക്യാമറയും കൊണ്ടാണ് ഇത്തവണ പോകുന്നത്. ധീരജ് മുഹമ്മദ് മനസ്സിലായി കിട്ടി. ഇനി അവിടെ നിന്നാല് ബാക്കിയുള്ളതൊക്കെ കാണിക്കാന്ന് മനസ്സിലായി. അശ്വതി കാണിച്ചു. ഓൾമോസ്റ്റ് എല്ലാരും. നസ്രീൻ കാണിച്ചു. ഓക്കെ ഓക്കെ, മുഹമ്മദ് ഷാഹുലി എല്ലാരും കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാരും കാണിച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ, നെക്സ്റ്റ് പെർഫ്യൂം. സോ അടുക്കളയിലെ സ്പോട്ട് വിട്ട് നേരെ റൂമിലേക്ക് ഓടിക്കോ. പെർഫ്യൂം എടുത്ത് കാണിച്ചോളൂ എല്ലാരും. അത് അഞ്ജിമ ആര്യനന്ദ കാണിച്ചു, കാണിക്കുന്നുണ്ട്, ലാവണ്യ ലാവണ്യ, കാണിച്ചു, നജ്മിയ അല്ല, ഓക്കെ വിധു കാണിച്ചു. ധീരജ് കിട്ടി കിട്ടുന്നു. മാം. ഓക്കെ. മുഹമ്മദ് ഷാ ഓക്കെ, അത്യാവശ്യം എല്ലാരും കാണിച്ചിട്ടുണ്ട് അല്ലേ? ധീരജിന് കിട്ടിയോ? ധീരജിന് ധീരജിന് കിട്ടിയിട്ടുണ്ട്. കിട്ടി. ഓക്കെ, റിമോട്ട് ആരൊക്കെ എടുത്തിട്ട് വരും? കിട്ടി. കിട്ടി. അശ്വതിയുടെ കയ്യിലുണ്ട്, നസ്രീന്റെ കയ്യിലുണ്ട്, നസ്രീന്റെ കയ്യിലുണ്ട്, ലാവണ്യ, ആര്യനന്ദ, സപ്ന, വിധു, അഞ്ജിമ, അഞ്ജിമ. ഫിദു. എനിക്ക് തോന്നുന്നു എല്ലാരും ഇത് മീറ്റിംഗ് എല്ലാരും കഴിഞ്ഞ ഉടനെ കാണിച്ചു. ടി വി ഓണാക്കി അതെ, ടി വി പരിപാടി കണ്ടോണ്ട്. കാണാനിരിക്കുന്ന അതെ, എല്ലാവരുടെ പെട്ടെന്ന് കയ്യിലുണ്ട്. കിട്ടും. ധീരജ്, മുഹമ്മദ് ഷാദുലി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എനിത്തിങ് റെഡ് ഇൻ കളർ, റെഡ് കളറിലുള്ള എന്തെങ്കിലും. സഫ്ന അതേ തട്ടം കാണിക്കുന്നുണ്ട്. ഓക്കെ. ധീരജ് കാണിച്ചു. ധീരജ്, ഓക്കെ, ധീരജ് എന്താണ് കാണിക്കുന്നത്? എന്തോ ലാവണ്യ റെഡ് കളറിൽ ഒബ്ജക്റ്റ് ഉണ്ട്. ലാവണ്യ അതേ കോവയ്ക്കാണ് പൂവ് കാണിക്കുന്നുണ്ട്. ആ ആ, അഞ്ജിമ എന്തോ ആര്യനന്ദ എന്ത് കാണിക്കുന്നുണ്ട്. കാണിക്കുന്നത്? പൂവ്. ഓക്കെ. മാഡം ഒരു ടോയ് ആണ് റെഡ് കളറിലുള്ള കൈ കിട്ടിയത്. ആ ആ ആ, എലിഫന്റിന്റെ കുഴപ്പമില്ല. എനിത്തിങ് ഇൻ റെഡ് അല്ലേ? വിധു എന്താ അത്? പെർഫ്യൂമോ? പെർഫ്യൂം ബോട്ടിൽ. ഓക്കെ. നസ്രീൻ എന്തോ ടോയ് ആണ് തോന്നുന്നു കാണിക്കുന്നത്. അതെ അതെ അതെ. ടോയ്. ഷാദുലി ഓക്കെ എന്താ കാണിച്ചിരിക്കുന്ന? ബാഗ്. ബാഗ്. ഓക്കെ. ഓക്കെ, സോ ആ ഒരു സെഷൻ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടോ? കുറച്ച് എൻഗേജിങ് അല്ലായിരുന്നോ? എല്ലാവർക്കും ഒന്ന് ഓടാനും ചാടാനും ഒക്കെ പറ്റില്ലേ കുറെ നാളുകൾക്ക് ശേഷം? അതെ അല്ല, ഇങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് തന്നെ കുറെ നാളായിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ അതെ. അതെ. നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് വാമപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഓക്കെ, സോ ഇനി ആരൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്? വേഗം ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ആരൊക്കെയാണുള്ളത്? ഇനി ഷഫ്ന പറയല്ലേ? ഷഫ്ന വീഡിയോ ഒക്കെ അതെ. സെറ്റായിട്ട്. ഞാൻ സഫ്ന, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് എന്റെ സ്ഥലം. മാരീഡാണ്, 2 കുട്ടികളുണ്ട്. ഞാൻ MSc ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞതാണ്. അപ്പൊ സീരിയസ് ആയിട്ട് PSCക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് തോന്നി MSW ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കഴിക്കുമ്പോൾ അത് MSW ആണ് നമ്മൾ ഈ ഫീൽഡിലൊക്കെ വരുന്നത്. അങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് എങ്ങനെ MSW എടുക്കാം, അങ്ങനെ ലേണേഴ്സിലെത്തി. ഓക്കെ, താങ്ക് യു സഫ്ന. നെക്സ്റ്റ് ആരാണ്? ആൻമേരി, അഞ്ജിമ ഇവരൊക്കെ ഉണ്ട്. അഞ്ജിമ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ, സംസാരിക്കാമോ? അഞ്ജിമ. എന്റെ പേര് അഞ്ജിമ കുമാരി. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ പേര് അഞ്ജിമ കുമാരി. കേക്കാമോ? കേക്കാം. ഞാൻ BA ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇപ്പം ഡെലിവറി കഴിഞ്ഞു. 3 month ആയ ഒരു ബേബി ഉണ്ട്. അപ്പം ഞാൻ കരുതി MSW ചെയ്യാൻ, എന്തായാലും PG ചെയ്യണമെന്ന് കരുതിയിരിക്കായിരുന്നു. അപ്പോഴാണ് MSW കുറിച്ച് ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെ MSW ചെയ്യാന്ന് കരുതി അങ്ങനെ ജോയിൻ ചെയ്തതാണ്.
ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ? ഇന്നത്തെ സെഷൻ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, എൻഗേജിങ് ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you. അടുത്തത് ആൻ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാമോ? ഹായ് മാം, ഞാൻ ട്രാവലിംഗ് ആയിരുന്നു, അതാ ക്യാം ഓൺ ആക്കാത്തത്. കുഴപ്പമില്ല, പറഞ്ഞോളൂ. എന്റെ പേര് ആൻ. ഞാൻ പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കോസ്റ്റ്യൂം ഡിസൈനർ ആണ്. ഞാൻ ഇപ്പം കറന്റ് കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇപ്പം BSW ആണ് ഞാൻ എടുത്തേക്കുന്നത്. ആക്ച്വലി എനിക്ക് പ്രിയങ്ക ചോപ്രയുടെ ബിഗ് ഫാൻ ആണ്. അപ്പൊ പുള്ളിക്കാരുടെ ചാരിറ്റി ഒക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ BSW കോഴ്സിന് ചേർന്നത്. ഓക്കെ, എന്തായാലും കൊള്ളാം. വേറൊരു മറ്റു തരത്തിലുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലേ? അതെ, പുള്ളിക്കാരി ഭയങ്കര വെറൈറ്റി ആയിട്ട് കുറെ ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോഴത്തേക്കിനും അത് അവരുടെ ആ ഒരു ലെവൽ അല്ലെങ്കിൽ പോലും നമുക്ക് ചാരിറ്റി ചെയ്യാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇൻസ്പയർ ആയി പുള്ളിക്കാരി. പിന്നെ ആ ഓട്ടോ കോഴ്സ് ചെയ്യാന്ന് വെച്ചു. അങ്ങനെയാണ് ലാംഗ്വേജിൽ വന്നത്. അതുപോലെ ആന്നയ്ക്കും ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി താങ്ക് ബെസ്റ്റ്. യു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഇനി ആരെങ്കിലും ഉണ്ടോ പറയാൻ വേണ്ടിട്ട്? മാം, നമുക്ക് അഖില പറഞ്ഞിരുന്നോ? അഖില പറഞ്ഞിട്ടില്ല. അല്ലേ? അഖില ലെഫ്റ്റ് ആയിട്ടുണ്ട്. അഖിലയുടെ പേര് വിളിച്ചപ്പോ അഖില പോയോ? അതെ, അഖില നോക്കിയപ്പോ ഇനി അഖിലയും കൂടി ഉള്ളു. എന്നെ വിളിക്കുന്ന ഉറപ്പായി. ഓക്കെ, സോ നമുക്ക് ഒരു നമുക്ക് ഇനിയുള്ള പ്രോഗ്രാമിന്റെ ഒരു പ്രിവ്യൂ പറയാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 10 സെഷൻസ് ആണ് നമുക്ക് ഈ ഓറിയന്റേഷൻ ഉള്ളത്. അതിൽ ഒന്നാമത്തെ സെഷൻ ആണ് നമ്മളിപ്പോ കണ്ടക്ട് ചെയ്തത്. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള എന്താണ് നിങ്ങളുടെ ബാച്ച്മേറ്റ്സിന് നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എന്താ പറയാ, നിങ്ങൾക്ക് കുറെ കൂടെ ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ആയിട്ട് ഗെയിംസും കാര്യങ്ങളും നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടി പറ്റി. നിങ്ങളുടെ മൈൻഡ് ഒക്കെ ഒന്ന് കാമായി അല്ലെ, കുറച്ചുകൂടെ കൂളായിട്ട് ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ആൻഡ് ഇനി വരാൻ പോകുന്ന സെഷൻസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട സെഷൻ ആണ്. നിങ്ങൾക്ക് സിലബസ് ഡീകോഡിംഗ് പോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സെഷൻ ഉണ്ട്. അതേപോലെ തന്നെ ലേൺ വൈസിന്റെ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം, നമ്മുടെ മെന്റർഷിപ്പ് നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും കാര്യങ്ങളും, ഇഗ്നോന്റെ വെബ്സൈറ്റ് എങ്ങനെയാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, എന്തൊക്കെ സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എക്സാംസ് റിലേറ്റഡ് ആയിട്ടും അസൈൻമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഹാപ്പിനെസ് അംബാസിഡർ പോലുള്ള ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പോലുള്ള ഫീച്ചേഴ്സുകളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ 10 സെഷൻസ് ആണ് 10 സെഷൻസ് ആണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തെ സെഷൻ കഴിഞ്ഞു. സോ ഇന്ന് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്തുള്ള സെഷൻസിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇന്നിപ്പോ നമ്മൾ കൂളായിട്ടൊക്കെ ഇരുന്നു. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ പഠിത്തത്തിലേക്കുള്ള ഒരു ഫോക്കസ് ആണ്. ആൻഡ് നമുക്ക് ഇനി വരാൻ പോകുന്ന തേർഡ് സെഷനിൽ നിങ്ങൾക്ക് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൺ ബോർഡിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ എപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടത്, എങ്ങനെയാണ് ടൈം ടേബിൾ കാര്യങ്ങൾ. അപ്പൊ ആ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആൻഡ് ഓൾസോ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്, ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇതൊന്ന് അത്യാവശ്യം എല്ലാവരും ഫില്ല് ചെയ്തിട്ടുണ്ട്, ഹോട്ട്സോൺ ഫോം. അപ്പൊ നിങ്ങൾ അത് ഫില്ല് ചെയ്യുക. ബിക്കോസ് നമുക്ക് നമ്മുടെ അക്കാഡമിക് ഇയറിൽ നിങ്ങളുടെ ആ ഒരു താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫോം തരുന്നത്. ബിക്കോസ് നിങ്ങളാണ് ഇവിടെ ലേണേഴ്സ് അല്ലെ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള നിങ്ങളുടെ എന്താ പറയാ ഒരു സജഷൻസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം അയച്ചു തന്നിട്ടുള്ളത്. സോ അത് എല്ലാവരും തന്നെ ഫില്ല് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഇനി ഞാൻ അയച്ചു തരാത്തവരാണെന്നുണ്ടെങ്കിൽ ന്യൂ ലേണേഴ്സ് ഇന്നൊക്കെ ജോയിൻ ചെയ്തവരുണ്ട്, സോ അവർക്കൊക്കെ ഞാൻ അയച്ചു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അത് ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ അത്രയൊക്കെയാണ് മെയിൻ ആയിട്ട്. ആൻഡ് ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഇന്നത്തെ സെക്ഷൻ വളരെ നന്നായിരുന്നു മാം. ഓക്കെ, ഇഷ്ടപ്പെട്ടു, എന്റർടൈനിങ് ആയിരുന്നു, വളരെ എൻജോയ്മെന്റ് ആയിരുന്നു. അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? ലാസ്റ്റ് വൺ, ഗ്രാബ് ആൻഡ് റൺ. യെസ്. ഓക്കെ, ഗ്രാബ് ആൻഡ് റണ്ണിൽ നമുക്ക് കുറച്ചുകൂടെ അല്ലേ എന്റർടൈനിങ് ആയിരുന്നു, എല്ലാ കാര്യങ്ങളും ഒക്കെ എടുത്തു ഓടി വന്ന് കാണിക്കാന്നൊക്കെ പറയുന്ന അല്ലേ. അതെ. ഓക്കെ, നമ്മൾ പണ്ടത്തെ നമ്മളുടെ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോയതുപോലെ ഒരു ഫീൽ ഇല്ലായിരുന്നോ?
അല്ലേ? ഓക്കെ. വീട്ടുകാരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ. ആരെങ്കിലും ഒരാള് 1 by 1 ആയിട്ടൊന്ന് പറയാമോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്? മനസ്സിലായില്ല. 1 by 1 അഭിപ്രായമാണോ അഭിപ്രായം ഉദ്ദേശിച്ചത്? എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ എന്നുള്ളത് നമ്മളിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ഓരോരുത്തരായിട്ടൊന്ന് ആരും ഇല്ല, ക്യാമ ഒക്കെ ഓൺ ആക്കി നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടല്ലോ. എല്ലാരും ഇവിടെ പോയി ക്യാമറ ഓഫ് ആക്കിയോ? ആരാണ്? ഷാദുലി പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? എല്ലാരും കൊള്ളായിരുന്നു? എൻജോയ് ചെയ്തോ? മാക്സിമം ഓക്കെ. ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിപ്പം പുതിയൊരു കോഴ്സ് എടുക്കുമ്പോൾ ആ ഒരു ഇതൊക്കെ മാറിയില്ലേ? ബാച്ച്മേറ്റ്സിനെ ഒക്കെ കണ്ടു, പരിചയപ്പെട്ടു അല്ലേ? ഒരു കോളേജിൽ പോയി നിങ്ങൾ എങ്ങനെയാണ് ഓറിയന്റേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഐസ് ബ്രേക്കിംഗ്, ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടി. ഓക്കെ. വേറെ ആരോടും ചോദിക്കും. വേറെ ആരോടേലും ചോദിക്കാനാണ് ഷാദുലി പറയുന്നത്. ആരാണ് വേറെ ആക്കി ഉള്ളത്? തരണേ. ധീരജ് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ധീരജ് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നത്. ധീരജിന് ഇഷ്ടപ്പെട്ടോ? ആകെ അറിയുന്ന ഒരു വാക്ക് കുഴപ്പമില്ല. എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല. കുഴപ്പമില്ലാത്ത ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ധീരജ്? പറ. ഇതില്ല. ഇഷ്ടപ്പെട്ടോ? എൻജോയ് ചെയ്തോ? കുഴപ്പമില്ലാണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ഇനിയുള്ള സെഷൻസിലെല്ലാം ജോയിൻ ചെയ്യണം കേട്ടോ ഇതുപോലെ. ഇതുപോലെയാ. ആ. അതായത് ഇതുപോലെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം. ഓക്കെ. ലാവണ്യ, എന്താ പറയാനുള്ളേ? It's a fun game. It was so cool. എൻജോയ് ചെയ്തോ? നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയോ? ഓക്കെ. എന്തെങ്കിലുമൊക്കെ പറയൂ. നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് ആണ്. നമ്മളപ്പോ നല്ല രീതിയിൽ സംസാരിക്കണം. നമുക്ക് ആ ഒരു ഫിയർ മാറ്റിയെടുക്കണം. പറഞ്ഞോളൂ. Yeah, it was so fun. ഓക്കെ. And so far, I love the grab and run game. ഓക്കെ. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ. ഓക്കെ. സോ താങ്ക് യു. ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് സെഷൻ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി അല്ലേ? സോ ഇതുപോലെ തന്നെ നിങ്ങൾ അടുത്ത സെഷനിലും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നിങ്ങൾ എൻഷുർ ചെയ്യാൻ നിങ്ങൾക്കുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു തരും. ആൻഡ് താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണാം. ബൈ, ഗുഡ് നൈറ്റ്.